ഹലോ, വളരെ സിമ്പിൾ ആയിട്ടില്ലേ ഒരു കൂന്തൽ മസാല ഫ്രൈ. ഓക്കെ, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നമുക്ക് നോക്കിയാലോ, വാ. അപ്പോൾ നമ്മളെ കൂന്തൽ മസാല ഫ്രൈ ഇതാ കാണിച്ചു നിങ്ങൾക്ക്. ഈ ഫസ്റ്റ് കാണിച്ചിരുന്നത് എന്തിനാണെന്നറിയാം, ചിലർക്കൊന്നും ഇത്രയേ ഉള്ളൂ അത്ര മതി എന്നെല്ലാം തോന്നൂലേ. അങ്ങനെയുള്ള ഒരു വീട് തന്നെ പോയിക്കോട്ട്. ഫുള്ള് ഉണ്ടാക്കാനൊക്കെ താല്പര്യമുള്ളവർ മുമ്പ് ഫുള്ളായിട്ട് കണ്ടോ. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വാ, താല്പര്യമുള്ളവരൊക്കെ വന്നു. നമ്മൾ കൂന്തൽ ഇത് 1/2 കിലോ കൂന്തലാണ്. 1/2 കിലോ വാങ്ങിയിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ള ഇതാണ് സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അതിലേക്കുണ്ടല്ലോ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി അതിട്ട് ഇനി അതിലേക്കുണ്ടല്ലോ കുറച്ച് ടർമറിക് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ നമ്മൾ ബ്ലാക്ക് പെപ്പർ പൗഡറില്ലേ, കുരുമുളക് പൊടി, അതും 1/4 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ നമ്മൾ കൊറിയാണ്ടർ പൗഡർ, ഇതൊക്കെ ഇതിനിടുന്നുണ്ട് ഈ മസാലയൊക്കെ. അപ്പം ആവശ്യമുള്ള ഉപ്പ് ഇടുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതും മെയിൻ വേണം ഇതിനെ. അത് 1 ടേബിൾ സ്പൂൺ. അത് വിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വിനെഗർ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനെഗറോ ലൈമോ വെള്ളമോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ടോ, ആവശ്യമില്ല, ഒന്നും പ്രശ്നമില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ ഇത് നല്ലോണം ഉണ്ടല്ലോ ആ മസാല ആ കൂന്തലിലേക്ക് ശരിക്കും അങ്ങ് പിടിപ്പിക്കുക. ഇതിൻ്റെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയല്, കൂന്തൽ തന്നെയല്ലേ പറയല്. ഓരോ നാട്ടിൽ ചിലപ്പോൾ മാറ്റുമ്പോൾ എനിക്കറിയാം, നമ്മളെ നാട്ടിൽ കൂന്തൽ എന്ന് പറയാം. അപ്പോൾ മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടാ ശരിക്കും അങ്ങ് പിടിച്ചിട്ടുണ്ടാവും. കാണിച്ചിരുന്നെങ്കിൽ ഇതാ ആ തലഭാഗം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, കളഞ്ഞിട്ടില്ല. കുറച്ച് മസാലയൊക്കെ വെച്ച് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് ആദ്യം തന്നെ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചെടുത്തിട്ട് അത് നല്ലോണം കാനാലിൻ്റെ നമ്മൾ ഈ മസാല പരത്തി വെച്ച് തേച്ച് പിടിപ്പിച്ച കൂന്തലില്ലേ, അത് അങ്ങോട്ട് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുക. ഇതാ അതിന് നല്ല സെറ്റാക്കി കൊടുക്കുക. ആ പാത്രത്തിൽ മുഴുവനായിട്ട് അങ്ങോട്ടും മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടോ കൂന്തലിന്, അത് ഇറങ്ങി വരും. ഇനിയൊന്നും അടച്ചിട്ടുണ്ടല്ലോ എന്ന് വേവിക്കുന്നു. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരത്തത് കേട്ടോ, ഒരു വെള്ളം പോലെ വരും കുറച്ച്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്കെല്ലാം ഡ്രൈ ഫ്രൈ ആയിട്ടാവുണ്ടെങ്കിലേ അത് അടക്കണ്ട, അവിടെ തന്നെ കുറേ വേവിച്ചാൽ മതി. ഇതെന്ന് വെച്ചാൽ മസാലയൊക്കെ നല്ല ആ വെളിച്ചെണ്ണയിലും ആ കൂന്തലിൻ്റെ വെള്ളത്തിലേക്ക് പിടിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ ആ മസാലയിലേക്ക് വറ്റി പിടിക്കും. എന്നിട്ട് ആ മീനിലേക്ക് കൂന്തലിലേക്ക് ശരിക്കും വരും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ടെടുത്ത് പച്ചമുളക് ഇട്ടെടുത്ത് നല്ലോണം വഴറ്റെടുക്കും. ആ മസാല ഒന്ന് വറ്റണം ശരിക്കും. ആ വെള്ളം കാണാൻ പാടില്ല നമ്മളിതിൽ. അങ്ങനെ നല്ലോണം ആയിക്കൊടുത്ത് ടോട്ടൽ ഇതിൻ്റെ കുക്കിംഗ് എത്ര വേണം, ഈ കൂന്തൽ കുറേ ഒന്നും കുക്ക് ചെയ്യാൻ പാടില്ല. ടോട്ടൽ ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് 3 മിനിറ്റ് മാത്രം ടോട്ടൽ ചെയ്യുന്നത്. നമ്മൾ ആ മസാലയൊക്കെ വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല അടിപൊളിയായി വന്നിട്ട് ഈ പരുവത്തിലാണ് നമ്മളിത് കഴിക്കുന്നത്. നല്ല ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. നല്ല സംഭവം ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ്, ആർക്കും ഉണ്ടാക്കാം. ഇപ്പോൾ ബാച്ചിലറായിട്ടൊക്കെ താമസിക്കുന്നവരുണ്ടല്ലോ, കുക്കിംഗ് അറിയാത്തവരുണ്ടല്ലോ, അവർക്കെല്ലാം ഉണ്ടല്ലോ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ഇതേപോലെ തന്നെ ഉണ്ടാക്കിയത്, വേറെ വലിയ സംഭവം നല്ലത്. സിമ്പിളായിട്ട് ഉണ്ടാക്കുക. നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, അതിൽ നോക്കിയാൽ ആ കൂന്തലിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ കൂന്തൽ മസാല എപ്പടി നോക്കിയാലോ. അടിപൊളിയാണ് മക്കളെ.